മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള 3 പേരുടെ പട്ടികയായി നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് UPSC തയ്യാറാക്കിയ പട്ടികയിലുള്ളത്. ഇവരിൽ നിന്നൊരാളെ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുക്കും. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, ഈ 3 പേരുകൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നതാണ്. ഇത് അന്തിമ പട്ടികയാണോ? ഇതിൽ നിന്ന് ആർക്കായിരിക്കും കൂടുതൽ ചാൻസ്? സൈഫുദ്ദീൻ, നമ്മൾ പ്രതീക്ഷിച്ച പേരുകൾ തന്നെയാണ് UPSC തയ്യാറാക്കിയ പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനം 6 പേരുടെ പേരുകളാണ് കേന്ദ്രത്തിന് നൽകിയിരുന്നത്. അതിൽ ആദ്യ 3 സ്ഥാനക്കാരുടെ പേരുകൾ തന്നെ UPSC അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിതിൻ അഗർവാൾ, അതുപോലെ തന്നെ റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകളാണ് സംസ്ഥാനത്തിന് UPSC തിരിച്ചയച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ഇവരിൽ നിന്ന് ഒരാളെ ഈ മാസം 30-നകം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുക്കും. ഇതിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റ് റാങ്കിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന റവാഡ ചന്ദ്രശേഖരൻ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. 1991 കേരള കേഡർ ബാച്ച് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ നിതിൻ അഗർവാളും അതുപോലെ തന്നെ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയുമാണ് ഇപ്പോൾ UPSC അംഗീകരിച്ചുകൊണ്ട് കേരളത്തിന് തയ്യാറാക്കി നൽകിയ പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള 3 പേർ. നേരത്തെ 6 പേരുടെ പേരുകളാണ് കേന്ദ്രത്തിന് കേരളം നൽകിയത്. അതിൽ 1ാം സ്ഥാനക്കാരൻ നിതിൻ അഗർവാൾ, 2ാമത്തേത് റവാഡ ചന്ദ്രശേഖരൻ, 3ാമത്തേത് യോഗേഷ് ഗുപ്ത, 4ാമത്തേത് മനോജ് എബ്രഹാം, 5ാമത്തേത് സുരേഷ് രാജ് പുരോഹിത്, 6ാമനായിട്ട് MR അജിത് കുമാർ. ഈ പറയുന്ന 6 പേരുകളായിരുന്നു കേന്ദ്രത്തിന് കേരളം നൽകിയത്. അതിൽ നിന്ന് MR അജിത് കുമാറിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള സമ്മർദ്ദമൊക്കെ കേരളം ചെലുത്തിയതാണ്. പക്ഷേ അതിനൊന്നും കേന്ദ്രം തയ്യാറായില്ല. ആദ്യ 3 സ്ഥാനക്കാരുടെ പേരുകൾ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും UPSC യോഗത്തിലുണ്ടായിരുന്നു. ഈ യോഗത്തിൽ UPSC അംഗീകരിച്ച പേരുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റോഡ് സുരക്ഷാ കമ്മീഷണറായിരുന്നുള്ള നിതിൻ അഗർവാൾ, അതുപോലെ കേന്ദ്ര ക്യാബിനറ്റിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത, ഈ 3 പേരിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 30-നകം പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് തിരഞ്ഞെടുക്കും. ഇനിയൊരു മന്ത്രിസഭാ യോഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ടായിരിക്കും പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുക. അത് യോഗേഷ് ഗുപ്തയാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് യോഗേഷ് ഗുപ്തയുമായിട്ട് പല കാര്യങ്ങളിൽ സർക്കാരിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ യോഗേഷ് ഗുപ്ത ഈ പട്ടികയിൽ നിന്ന് സ്വയം ഒഴിവാകണം എന്നുള്ള കാര്യമൊക്കെ സർക്കാർ പല രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ യോഗേഷ് ഗുപ്ത അങ്ങനെ ഒഴിവാകാൻ തയ്യാറായില്ല. പക്ഷേ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് യോഗേഷ് ഗുപ്തയുടെ പേര് കൂടി UPSC അംഗീകരിക്കുകയാണ്. 1989 ബാച്ചുകാരനായിട്ടുള്ള നിതിൻ അഗർവാൾ, 91 ബാച്ചുകാരനായിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ, 93 ബാച്ചുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകളിൽ നിന്ന് ഒരാൾ അടുത്ത ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിൻഗാമിയായിട്ട് സംസ്ഥാന പുതിയ പോലീസ് മേധാവിയാകും. അതിനകത്ത് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന നിതിൻ അഗർവാൾ സംസ്ഥാനത്തിന്റെ അടുത്ത പോലീസ് മേധാവിയാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുമായിട്ട് റവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് തിരികെ കേരളത്തിലേക്ക് വരാനുള്ള താല്പര്യവും അറിയിച്ചതാണ്. ആ ഒരു സാധ്യത കൂടി കൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ അടുത്ത പുതിയ പോലീസ് മേധാവിയാവുകയും ചെയ്യും. നിതിൻ അഗർവാളിനേക്കാൾ സംസ്ഥാനത്തിന് കുറച്ചുകൂടി താല്പര്യം റവാഡ ചന്ദ്രശേഖരനോട് തന്നെയാണ്. 3 പേരുടെ പട്ടികയിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ റവാഡ ചന്ദ്രശേഖരനെ തന്നെ അടുത്ത സംസ്ഥാന പുതിയ പോലീസ് മേധാവിയാക്കാനാണ് സാധ്യത. നിതിൻ അഗർവാളിനോട് വലിയ താല്പര്യം സംസ്ഥാനത്തിനില്ല, സംസ്ഥാന സർക്കാരിനില്ല. അതുപോലെ തന്നെയാണ് യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലും. യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, വിജിലൻസ് അന്വേഷണത്തിന്റെ വസ്തുതാസ്ഥിതി റിപ്പോർട്ട് കേന്ദ്രം യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ കേരളത്തോട് ചോദിച്ചതാണ്. അത് സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കുകയും ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. പക്ഷേ അത് കേന്ദ്രത്തിന് ഇതുവരെ മുഖ്യമന്ത്രി ഒപ്പിട്ട് നൽകിയിട്ടില്ല. അത് റിമൈൻഡർ ചെയ്തുകൊണ്ട്, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 8 തവണയാണ് കേന്ദ്രം കേരളത്തിന് കത്തയച്ചത്. അപ്പോഴും യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മൗനം തുടരുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യോഗേഷ് ഗുപ്ത ഈ പട്ടികയിൽ നിന്ന് സ്വയം ഒഴിവാകണം എന്നുള്ള ഒരു നിബന്ധന കേരളം വെച്ചിരുന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന് വഴങ്ങാൻ യോഗേഷ് ഗുപ്ത തയ്യാറായില്ല. പ്രത്യേകിച്ച് തനിക്ക് അർഹതപ്പെട്ടതാണ് ഇങ്ങനെ ഈ പട്ടികയിൽ പേര് വരിക എന്നുള്ളത്. അതിൽ നിന്ന് താൻ സ്വയം ഒഴിഞ്ഞു മാറില്ല എന്നുള്ള നിലപാട് യോഗേഷ് ഗുപ്ത സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് ഈ യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് വസ്തുതാസ്ഥിതി റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകാതെ ഒളിച്ചുകളി നടത്തിയിരുന്നത്. എന്തായാലും കേന്ദ്രം അംഗീകരിച്ചുകൊണ്ട്, UPSC അംഗീകരിച്ചുകൊണ്ട് 3 പേരുടെ ചുരുക്കപ്പട്ടിക കേരളത്തിന് തിരിച്ചയച്ചിരിക്കുന്നു. അതിനകത്ത് മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. യോഗേഷ് ഗുപ്ത കേരളത്തിന്റെ അടുത്ത സംസ്ഥാന പോലീസ് മേധാവിയാവാനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. MR അജിത് കുമാറിന്റെ സാന്നിധ്യം തന്നെയാണെന്ന് തോന്നുന്നു ഈ ലിസ്റ്റിനെ കൂടുതൽ
ശ്രദ്ധേയമാക്കുന്നത് ഈ വിവാദങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടും എം ആർ അജിത് കുമാറിനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പല ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നതാണ്. ആ പേരെങ്ങനെയാണ് പൂർണ്ണമായും ഈ അന്തിമ പട്ടികയിൽ നിന്ന് നീക്കിയത്? സൈഫുദ്ദീൻ, ഈ അടുത്ത കാലത്ത് ഒന്നുമില്ലാത്ത വിധം അല്ലെങ്കിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വലിയ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ നൽകി വരുന്നത്. ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്ന എം ആർ അജിത് കുമാറിനെ പിന്നീട് അവിടുന്ന് മാറ്റുന്നു. ADGP ആയിരുന്ന എം ആർ അജിത് കുമാറിനെ UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. കേന്ദ്രത്തിന് കേരളം കത്തയക്കുക കൂടി ചെയ്തിരുന്നു. അതായത് UPSCയുടെ ചട്ടമുണ്ട്. ചട്ടപ്രകാരം 30 വർഷത്തെ സർവീസ് വേണം, അതുപോലെ തന്നെ DGP റാങ്കും വേണം. 30 വർഷത്തെ സർവീസും DGP റാങ്കുമുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ സംസ്ഥാന പോലീസ് മേധാവിമാരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയൂ എന്നുള്ള ഒരു ചട്ടം UPSC മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ചട്ടം മറികടന്നുകൊണ്ട് ADGP എം ആർ അജിത് കുമാറിനെ കൂടി ഈ പട്ടികയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം കേരളം ചെലുത്തിയതാണ്. അതിന് കേരളം പറഞ്ഞൊരു കാര്യമുണ്ട്. നേരത്തെ മുൻ DGP ആയിരുന്ന അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി ആയിരുന്ന അനിൽകാന്ത് ADGP ആയിരുന്നപ്പോഴാണ് അദ്ദേഹം ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്. അതിന് പല ക്രൈറ്റീരിയകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുമ്പ് സീനിയർ ആയിട്ടിരുന്ന ആളുകൾ സ്വയം മാറുകയും അല്ലെങ്കിൽ മറ്റു പല ഡെപ്യൂട്ടേഷനിലേക്ക് പോയപ്പോഴാണ് ADGP ആയിരുന്ന അനിൽകാന്തിന് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ഉള്ള ഒരു അവസരം വരുന്നത്. അതുപോലെ ഇതിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം 3 DGPമാർ അല്ലെങ്കിൽ 4 DGPമാർ ഓൾറെഡി കേരളത്തിലുണ്ട്. അവരിൽ നിന്ന് മാത്രമേ ഒരു 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSCക്ക് തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവിടേക്ക് യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി എം ആർ അജിത് കുമാറിനെ കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്മേൽ ചുമത്തി ആവശ്യപ്പെട്ടിരുന്നു. അതിന് കേന്ദ്രം വഴങ്ങിയില്ല എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ടത്. കാരണം ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയുടെ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ADGP എം ആർ അജിത് കുമാറിന് 30 വർഷത്തെ സർവീസ് കാലാവധിയുമില്ല. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ADGP എം ആർ അജിത് കുമാറിനെ അവസാന ചുരുക്കപ്പട്ടികയിലേക്ക് UPSC കൊണ്ടുവരാതിരുന്നത്. എന്തായാലും എം ആർ അജിത് കുമാർ ഈ പട്ടികയിൽ ഉൾപ്പെടില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ എം ആർ അജിത് കുമാറിന് വേണ്ടി സർക്കാർ ചെലുത്തിയ സമ്മർദ്ദം ഒട്ടും ചെറുതല്ല എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. എം ആർ അജിത് കുമാറിന് വേണ്ടി വലിയ സ്വാധീനം സമ്മർദ്ദം ചെലുത്തിയ സംസ്ഥാന സർക്കാർ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ലാതെ യോഗേഷ് ഗുപ്ത സ്വയം ഒഴിവായി അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പൊക്കോട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സർക്കാരിന്റെ സമ്മർദ്ദത്തിന് UPSC വഴങ്ങിയില്ല. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് UPSC ചട്ടങ്ങൾ മാറ്റാൻ UPSC തയ്യാറായില്ല. കേരളം കൊടുത്ത 6 പേരുടെ പട്ടികയിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേരളത്തിന് തിരിച്ചയച്ചിരിക്കുന്നു. ഇന്നായിരുന്നു UPSC യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ഈ മാസം 30-ന് വിരമിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബും യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ ഈ പറയുന്ന ക്രൈറ്റീരിയകളെല്ലാം അംഗീകരിച്ച് തന്നെയാണ് UPSC ഈ പേരുകൾ കേരളത്തിന് തിരിച്ചയച്ചത്. 89 ബാച്ചുകാരനായിട്ടുള്ള DGP റാങ്കുള്ള 30 വർഷത്തിലധികം സർവീസുള്ള നിതിൻ അഗർവാൾ പട്ടികയിൽ 1-ാം സ്ഥാനക്കാരനായി വരുന്നു. 91 ബാച്ചുകാരനായിട്ടുള്ള DGP റാങ്കുള്ള 30 വർഷത്തിലധികം സർവീസുള്ള റബാഡ ചന്ദ്രശേഖരനും 93 ബാച്ചുള്ള ഒരേ ക്രൈറ്റീരിയ തന്നെയുള്ള യോഗേഷ് ഗുപ്തയും പട്ടികയിൽ ഇടം പിടിക്കുന്നു. അങ്ങനെ 3 പേരുടെ ചുരുക്കപ്പട്ടിക കേരളത്തിന് അയച്ചിരിക്കുന്നു. ഇന്നലെയാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗം ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി ഈ 3 പേരുകളിൽ നിന്ന് ഒരാളുടെ പേര് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് തിരഞ്ഞെടുക്കും. എം ആർ അജിത് കുമാർ സംസ്ഥാനത്തിന്റെ പുതിയ DGP ആകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. 3 പേരുടെ പട്ടികയാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതിൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരുകളാണുള്ളത്. അതിൽ റവാഡ ചന്ദ്രശേഖരനാണ് സാധ്യത കൂടുതൽ. വിശദാംശങ്ങൾ നൽകിയത് ഷിജോ കുര്യൻ. ഇടവേള.